ഹലോ എവ്രി വൺ, വെൽക്കം ടു സ്മാർട്ട് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ 10th പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു ക്വിക്ക് റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം 10th പ്രിലിംസിൻ്റെ 4 സ്റ്റേജിൻ്റെയും ഡേറ്റ് വന്നു. ഫസ്റ്റ് സ്റ്റേജ് ഡിസംബർ 28-നാണ്. അതുപോലെ തന്നെ ജനുവരി 11-നും ജനുവരി 25-നുമായിട്ടാണ് സെക്കൻഡും തേർഡും സ്റ്റേജിൻ്റെ എക്സാം നടക്കുന്നത്. അതുപോലെ സ്റ്റേജ് 4ൻ്റെ എക്സാം ഫെബ്രുവരി 8-നാണ്. അപ്പോൾ വളരെ കുറഞ്ഞ ദിവസമേ നമ്മുടെ മുമ്പിൽ ഇനിയുള്ളൂ. ഈ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് മാക്സിമം റിവിഷൻ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം PSC എല്ലാ പരീക്ഷയ്ക്കും വ്യക്തമായൊരു സിലബസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 10th പ്രിലിംസിൻ്റെ സിലബസ് ഒന്ന് നോക്കാം. അപ്പോൾ ജനറൽ നോളേജ്, കറണ്ട് അഫെയർ ആൻഡ് റിനൈസൻസ് ഇൻ കേരളയ്ക്ക് 60 മാർക്കാണ്. അപ്പോൾ അതിൽ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ, അതിന് 10 മാർക്കാണ്. അടുത്തത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികളും അതിരുകളും, ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച് പ്രാഥമിക അറിവ്, അതായത് ഇന്ത്യൻ ജോഗ്രഫിക്ക് 10 മാർക്കാണ്. പിന്നെ അടുത്തതായിട്ട് വരുന്നത് ഇന്ത്യയുടെ ഹിസ്റ്ററിയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവയ്ക്കും 10 മാർക്കാണ്. അടുത്തത് ഭരണഘടനയാണ്. ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങൾ, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷനുകൾ എന്നിവയെ സംബന്ധിച്ച അറിവുകൾക്കും 10 മാർക്കാണ്. അടുത്തത് കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളാണ്. അതായത് നദികൾ, കായലുകൾ, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതം, ദേശീയോദ്യാനം, മത്സ്യബന്ധനം, കായികരംഗം തുടങ്ങിയവയെക്കുറിച്ചൊക്കെയുള്ള അറിവിന് 10 മാർക്കാണ്. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റം, അതായത് കേരള ഹിസ്റ്ററി, അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കൾ. അപ്പോൾ ഈ കേരള റിനൈസൻസ്, കേരള ഹിസ്റ്ററിക്ക് ചേർത്തിട്ട് മൊത്തം 10 മാർക്കാണ് നമുക്കുള്ളത്. ഇനി അടുത്തത് നമുക്ക് സയൻസ് സബ്ജക്റ്റാണ്. സയൻസിൽ നാച്ചുറൽ സയൻസിന് 10 മാർക്കും ഫിസിക്കൽ സയൻസിന് 10 മാർക്ക് എന്നിങ്ങനെയാണ്. അപ്പോൾ നാച്ചുറൽ സയൻസിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, അതായത് ബയോളജിയും നാച്ചുറൽ സയൻസ്, എൻവയോൺമെൻ്റ് ഒക്കെ കൂടി ചേർത്തിട്ട് മൊത്തം 10 മാർക്കിനാണ്. അടുത്തത് ഫിസിക്കൽ സയൻസ് ആണ്, അതിന് 10 മാർക്കാണ്. അപ്പോൾ അതിൽ വരുന്ന ടോപ്പിക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും, അയിരുകളും ധാതുക്കളും, മൂലകങ്ങളും അവയുടെ വർഗീകരണവും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം, ദൈനംദിന ജീവിതത്തിൽ, ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, സൗരയൂഥവും സവിശേഷതകളും. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും കൂടി മൊത്തം 10 മാർക്ക്, ബയോളജിയും എൻവയോൺമെൻറ്റും കൂടി ചേർത്തിട്ട് മൊത്തം 10 മാർക്ക്. അങ്ങനെ മൊത്തം 20 മാർക്കിനാണ് നമുക്ക് ജനറൽ സയൻസ് ഉള്ളത്. ഇനി അടുത്തത് നമുക്കുള്ളത് മാത്സ് ആണ്. അപ്പോൾ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റിക്ക് മൊത്തം 20 മാർക്കാണുള്ളത്. അതിൽ ലഘുഗണിതം 10 മാർക്ക്, പിന്നെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയ്ക്കും 10 മാർക്കാണ്. അപ്പോൾ മാത്സിൽ ലഘുഗണിതത്തിലുള്ളത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു ഉസാഗ, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. ഇനി മാനസിക ശേഷിയിലുള്ളത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ശ്രേണികൾ, സമാന ബന്ധങ്ങൾ, തരംതിരിക്കൽ, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തൽ, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സ്ഥാനനിർണ്ണയം. ഇതൊക്കെയാണ് സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്നുള്ളതിൽ മൊത്തം 20 മാർക്കാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് 2021 മുതൽ ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞിട്ടുള്ള പ്രിലിംസ് എക്സാമിനും അതുപോലെ പ്രിലിംസിൻ്റെ സിലബസിലുള്ള ഭാഗത്തുനിന്ന് വന്ന PSC എക്സാമുകൾക്കൊക്കെ ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ട് ഓരോ വീഡിയോസായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഈ PYQ സീരീസ് എല്ലാവരുടെയും പഠനത്തിൻ്റെ ഭാഗമൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായി ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.